PRP തെറാപ്പി അഥവാ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി ഇത് റീജനറേറ്റീവ് തെറാപ്പിയിലെ ഒരു മൊഡാലിറ്റിയാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുക്കുകയും ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാസ്മ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയിൽ നമ്മുടെ ശരീരത്തിലത്തെ ഹീലിംഗ് ഫാക്ടേഴ്സിൻ്റെയും ഗ്രോത്ത് ഫാക്ടറിൻ്റെ ഒരു കോൺസെൻട്രേറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ അൾട്രാസൗണ്ടോ സിയാമോ ഗൈഡൻസ് വഴി നമ്മുടെ മസിൽ ഇഞ്ചറിയോ അല്ലെങ്കിൽ ടെൻഡൻ ഇഞ്ചറിയോ അല്ലെങ്കിൽ ടെൻഡൻ ഡാമേജ് അല്ലെങ്കിൽ നീഡ് ആർത്രൈറ്റിസ് വരുന്ന സ്ഥലത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഹീലിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹീലിങ്ങിനെ അത് ആംപ്ലിഫൈ ചെയ്ത് അവിടെ വന്നിട്ടുള്ള മുറിവുകളും ചതവുകളൊക്കെ ഹീൽ ചെയ്ത് നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ മാറ്റുന്നു. അല്ലാതെ പെയിൻ മാത്രമല്ല PRPയിലൂടെ നമ്മൾ മാറ്റുന്നത്. പിന്നെ ഇതിൽ നമ്മൾ വേറെ മെഡിക്കേഷൻസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് തികച്ചും സേഫ് ആയ ഒരു മൊഡാലിറ്റിയാണ്. ഇനി ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ആ PRP എടുത്ത ഉടനെ നിങ്ങളുടെ പെയിൻ കുറയില്ല. നിങ്ങളുടെ പെയിൻ കുറയുന്നത് ഇത് ഹീൽ ചെയ്ത് വരുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഒരു 6 വീക്സ് ടു 12 വീക്സ് എടുക്കും നിങ്ങളുടെ പെയിൻ ഇതിൽ മാറി വരാനായിട്ട്. അപ്പോൾ ഈ PRP നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചറി ഉണ്ട്, അല്ലെങ്കിൽ മെനിസ്കലിൽ ചെറിയ ഇഞ്ചറി ഉണ്ട്, ഇനി ആർത്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിൽ നമ്മൾ PRP യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് പല സെൻറ്ററിലും പോയി PRP എടുത്ത് അത് ഫെയിലർ ആയിട്ട് വരുന്നുണ്ട്. അതിനൊരു മെയിൻ റീസൺ വരുന്നത് PRP ചെയ്യുമ്പോൾ അത് കറക്റ്റ് രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6 ടൈംസ് എങ്കിലും PRPയിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ വേണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എടുത്താൽ, അത് പ്രോപ്പർ പേഷ്യൻറ്റ് സെലക്ഷനിൽ വെച്ച് പ്രോപ്പറായിട്ട് എടുത്താൽ PRP ഈസ് എ വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. അത് പല സർജറി വേണ്ട കേസുകളെയും സർജറി ഇല്ലാതെ തന്നെ ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു മൊഡാലിറ്റിയാണ്.